എനക്ക് മത്സരിക്കണം. പാർട്ടി കൊണ്ടിതാ ജയിലിൽ കിടന്നിട്ട്, റെയിൽവേ സ്റ്റേഷൻ കിടന്നിട്ട്, ഗ്രൗണ്ടിൽ കിടന്നിട്ട്, പാർട്ടി ഹൗസിൽ കിടന്നിട്ട്, സ്വന്തം വീട്ടിൽ കിടന്നിട്ടാ. ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിൽ ഈ 10 വർഷക്കാലം കൊണ്ട് എന്ത് നടന്നു എന്നാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചാരണ ഘട്ടത്തിൽ ഇപ്പോഴും നാം നോക്കുമ്പോൾ കാണാവുന്നത് ഓരോ നേതാവും ഓരോ രീതിയിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തീരുമാനിക്കുന്ന കാഴ്ചയാണ്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, തമ്മിലുണ്ടായിട്ടുള്ള വഴക്കുകൾ, ബഹളങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ഉറപ്പായിട്ടും നമുക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. സീറ്റ് തർക്കം എല്ലാം കഴിഞ്ഞ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴേക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ഒരു റൗണ്ട് പൂർത്തിയാക്കുന്ന നിലയിലായിരുന്നു. ഇപ്പോഴും ഓരോ നേതാവും താനാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അജണ്ടകൾ പോലെ പറഞ്ഞു പോകുന്ന രീതിയാണ് നാം കാണുന്നത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യമല്ല. പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ പിന്തുണച്ച് നമ്മൾ ഐക്യത്തോടുകൂടി ഈ ഇലക്ഷനെ നേരിടണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രചാരണം കൊടുമ്പിരി കൊള്ളേണ്ട ഈ അവസാന സമയത്ത് അതിൽ മുഴുകാതെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന തർക്കം ഉണ്ടാക്കുന്നത് പുറത്തുനിന്നുള്ള ആരുമല്ല. ആ സീറ്റ് നീ തൽക്കാലം ഒന്നും മാറും, നമുക്ക് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാം. ഇപ്രാവശ്യം ഞാൻ നിൽക്കാം അവിടെ. കോൺഗ്രസിനകത്ത് തന്നെയുള്ള തല മുതിർന്നുപോയ നേതാക്കളാണ്. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്ന് ചോദിക്കും പോലെയാണ് കോൺഗ്രസിൽ എത്ര നേതാക്കളുണ്ട് എന്ന ചോദ്യം. നേതാക്കൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആരാണ് നേതൃത്വത്തിൽ ഉള്ളത് എന്ന് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കുമെങ്കിലും കൃത്യമായ ഒരു ബോധ്യം വേണം. ഇതാണ് നമ്മുടെ പാർട്ടിയിൽ ഐക്യം പറയുന്നതിന്റെ പ്രധാന കാര്യം. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഒരു നേതൃത്വത്തെ പാർട്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ നേതൃത്വത്തെ മറ്റുള്ളവർ അംഗീകരിക്കണം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഓരോ നേതാവും ഓരോ പ്രസ്ഥാനമായി മാറുന്ന, ഓരോ നേതാവും താനാണ് പാർട്ടിയെ നയിക്കുന്നത് എന്ന് വിചാരിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന രീതിയാണ് കോൺഗ്രസിന്റെ സംഘടനാ രീതിയെ ദുർബലപ്പെടുത്തുന്നത്. അവിടെ ഞാൻ മത്സരിക്കും, പാർട്ടി തീരുമാനിച്ചോ, പക്ഷെ എന്നെ ഇരിക്കണം തീരുമാനിക്കേണ്ടതല്ല, പണി ഞാൻ വേറെ തരും. ഇവനെയൊക്കെ പുളിവാറ് കൊണ്ടടിക്കണം. ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം, മുഴന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.